തിരുവനന്തപുരം കോർപ്പറേഷൻ കുറേ നാളുകളായിട്ട് നമ്മുടെ ചർച്ചകളിലും മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധയിലും നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ BJPക്ക് അവിടെ കഷ്ടിച്ചാണ് ഭൂരിപക്ഷമുള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. 50 സീറ്റുകളാണ് അവർക്കുള്ളത്. അപ്പോൾ 51 സീറ്റുണ്ടെങ്കിൽ മാത്രമേ ഭൂരിപക്ഷമാകൂ. പക്ഷേ മറ്റൊരു വിമതൻ്റെ പിന്തുണയോടുകൂടിയാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആർ സുഗതൻ എന്ന് പറയുന്ന ഒരു BJPയുടെ കൗൺസിലർ, അദ്ദേഹം വാഴോട്ടുകോണം കൗൺസിലറാണ്. ആ വാഴോട്ടുകോണത്തുള്ള കൗൺസിലറെ അറസ്റ്റ് ചെയ്തു കേരള പോലീസ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ചെറുതായിട്ടൊരു 19 കേസുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. 19 കേസുകളിലുണ്ടായിട്ടുള്ള കാപ്പ കേസിലെ പ്രതിയായിരുന്നു അദ്ദേഹം. കരുതൽ തടങ്കലിലാണ്. അപ്പോൾ ആ കാപ്പ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങളാരും തെറ്റിദ്ധരിച്ച് കളയരുത്, ഇതെല്ലാം രാഷ്ട്രീയപരമായ കേസുകളാണ്. നല്ല രാഷ്ട്രീയ കേസാകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ബാക്കി 4 വധശ്രമം അടക്കമുള്ള ഗുണ്ടാപ്പണി നടത്തിയതിൻ്റെ കേസുകളാണ് നിലവിലുള്ളത്, സുഗതനെതിരെ ഉള്ളത്. അപ്പോൾ ആ സുഗതനെതിരെ ഉള്ള കേസുകളിൽ അദ്ദേഹം ജാമ്യത്തിന് വേണ്ടി പോയിരുന്നു. പക്ഷേ ഹൈക്കോടതി അടക്കം ജാമ്യം കൊടുത്തില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹം രാത്രി വീട്ടിലെത്തിയതറിഞ്ഞ് പോലീസ് എത്തുകയും ആകാശത്തേക്ക് വെടിവെച്ച് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. ആ ധീരയോദ്ധാവിനെ അനുമോദിക്കാനായിട്ടൊക്കെ നിരവധി പേർ കൂടിച്ചേർന്നത്, പ്രത്യേകിച്ചും സംഘബന്ധുക്കളൊക്കെ തന്നെ കൂടിച്ചേർന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം വിചാരിച്ചത് BJPയുടെയും ഒരു സംഘബന്ധുക്കളുടെയും ഒക്കെ സഹായം അവർക്ക് കിട്ടുമെന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഉത്തരവ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഞാനത് നിങ്ങളെ കാണിക്കുന്നില്ല. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്. അപ്പോൾ ആ ഉത്തരവിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പാണ് ആ ഉത്തരവ് ഇറക്കിയേക്കുന്നത്. പക്ഷേ ഇന്ന് മനസ്സിലാക്കുന്നത് തദ്ദേശ വകുപ്പും കൂടി ഇതുപോലെ തന്നെ ഒരു ഉത്തരവിറക്കി BJPക്ക് ഭരണം നിർത്താൻ വേണ്ടി വളരെ കാര്യമായ സഹായം ഒരു ഗവൺമെൻറ് ഒരിക്കലും ചെയ്യാത്ത രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൽകിയിരിക്കുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലെന്ന്. അതേ, കോൺഗ്രസ്സുകാർ തന്നെയാണ്. പക്ഷേ ആ കോൺഗ്രസ് തന്നെയാണ് ഇത്ര വലിയ സഹായം ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് പറയാൻ. പഴയ കോൺഗ്രസ് നേതാവായിട്ടുള്ള G കാർത്തികേയൻ്റെ മകനായിട്ടുള്ള ശബരിനാഥ്, അദ്ദേഹം MLA ആയിരുന്ന ഒരാളാണ്. അദ്ദേഹം ദിവ്യ സയ്യറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് കൂടിയാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവാണ്. ഈ കഴിഞ്ഞ തവണയും മത്സരിച്ച ഒരാളാണ്. അദ്ദേഹം അവിടെ ജീവൻ പണയപ്പെടുത്തി വലിയ പോരാട്ടത്തിലായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെയും അതുപോലെ തന്നെ ചില വനിതകളെയും ഒക്കെ തന്നെ മറ്റൊരു കൗൺസിലർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതായത് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളുണ്ട്. ഈ സുഗതൻ്റെ തന്നെ പ്രോമാക്സ് ആണ് അദ്ദേഹം എന്നാണ് നമ്മുടെ ശബരിനാഥൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കായികമായിട്ട് തന്നെ ശബരിനാഥനെയൊക്കെ നേരിടുകയും ഏറ്റവും ഒടുവിൽ ശബരിനാഥൻ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതനെ ഇവിടെ കൗൺസിലിൽ കൊണ്ടുവരില്ല എന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഗതൻ അയോഗ്യനാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം 2 തവണ 3 തവണ ഒരു കൗൺസിലിൽ തുടർച്ചയായി പങ്കെടുത്തില്ലെങ്കിൽ സുഗതൻ അയോഗ്യനാകും. സുഗതനാണെങ്കിൽ ജയിലിൽ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ജയിലിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ നടത്തിയത് പോലും. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എന്തായാലും കൗൺസിലിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ സുഗതൻ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിനും അതുപോലെ തന്നെ ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പിനും ഒരു കത്തെഴുതിയിരുന്നു. ആഭ്യന്തര വകുപ്പിന് കത്തെഴുതിയത് വിഷയം ഇത് സംബന്ധിച്ചാണ്. കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം ഉള്ള കരുതൽ തടങ്കൽ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള പരോൾ അപേക്ഷയ്ക്ക് തുടർച്ചയായുള്ള അറിയിപ്പ് സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഈ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു എസ്കോർട്ട് പരോൾ, അതായത് കൂടെ പോലീസുകാർ വന്നുകൊണ്ട് തന്നെയുള്ള ഒരു പരോൾ അനുവദിക്കണം. കാരണം അല്ലെങ്കിൽ അയോഗ്യനാക്കപ്പെടും എന്ന് പറയുന്ന കാര്യമുണ്ടായിരുന്നു. അപ്പോൾ അത് അനുവദിക്കണമെന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന് കത്തെഴുതി. അപ്പോൾ സാധാരണ ഒരു ആഭ്യന്തര വകുപ്പിന് നമ്മൾ കത്തെഴുതിയാൽ അത് നടക്കുമോ ഇല്ലയോ എന്ന് മാത്രമാണ് തിരിച്ച് മറുപടി വരിക. പക്ഷേ ഇവിടെ ആഭ്യന്തര വകുപ്പൊക്കെ വളരെ ഉദാരമനസ്കനായിരിക്കുന്നു. കാരണം സുഗതനെക്കുറിച്ച് ഓർത്ത് വളരെ കൺസേൺഡ് ആയിരിക്കുന്നു. അത് രമേശ് ചെന്നിത്തലയുടെ വകുപ്പാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത് 27/7/2026 ഈ കത്തെഴുതിയിട്ടുള്ളത്. ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് മറുപടി കൊടുത്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം വകുപ്പിൽ കിടക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം അറിയത്തില്ലേ. ഇത്രയും ഗൗരവമായ പ്രത്യേകിച്ചും രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹം അറിഞ്ഞിട്ടില്ലേ എന്ന് നമുക്കറിയില്ല. അതിൽ പക്ഷെ പറഞ്ഞേക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഉത്തരവാണ്. അത് പറഞ്ഞേക്കണ അതിൻ്റെ സൂചന കൂടി വായിച്ചതിന് ശേഷം ഞാൻ ആ കത്തിലേക്ക് വരാം. സൂചന ഇതാണ്. ഡയറക്ടർ ജനറൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് 22/6/2025 തീയതിയിലെ കത്ത് മുഖാന്തരം ലഭ്യമാക്കിയിട്ടുള്ള താങ്കൾ സംസ്ഥാന ചീഫ് സെക്രട്ടറി മുമ്പാകെയും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുമ്പാകെയും സമർപ്പിച്ച 6/2026 തീയതി വെച്ച അപേക്ഷ, ആ അപേക്ഷയിലെ ഇതേ നമ്പർ തീയതിയിലെ സർക്കാർ കത്ത് എന്ന് പറഞ്ഞ് മറ്റൊരു കത്തിൻ്റെ 13/7/2026 അതിനുശേഷം സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു.
തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്ന താങ്കളുടെ കത്തിലെ ആവശ്യം സർക്കാർ നിരസിച്ചിരുന്നു. അതായത് ആ സർക്കാർ നിരസിച്ചിരുന്നു. മേൽ പങ്കെടുക്കാൻ സാധിക്കില്ലെങ്കിലും മേൽ സാഹചര്യത്തിൽ കോർപ്പറേഷൻ യോഗ നടപടിക്രമങ്ങളിലും മറ്റും താങ്കൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ലെങ്കിലും താങ്കളുടെ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങളിത് നിഷേധിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ എസ്കോർട്ട് പരോളൊന്നും നൽകാൻ പറ്റില്ല. പക്ഷേ അവിടെ വെച്ച് നിർത്തുന്നില്ല. പകരം ശരിക്കും സുഗതനെ ഈ ആഭ്യന്തര വകുപ്പ് ആകെ കെട്ടിപ്പിടിക്കുകയും ശരിക്കും പറഞ്ഞാൽ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളത് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അതായത് താങ്കളുടെ കൗൺസിൽ സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന, അതായത് ഇത് കൊണ്ട് താങ്കൾക്ക് നേരിട്ട് കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങളിലും നടപടിക്രമങ്ങളിലും പങ്കെടുക്കാൻ സാധിക്കില്ലെങ്കിലും താങ്കളുടെ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിന് അവധി അപേക്ഷ സമർപ്പിക്കാൻ താങ്കൾക്ക് അനുവാദമുണ്ടായിരിക്കുന്നതാണ്. മുനിസിപ്പാലിറ്റി ആക്ട്, ഇനി അത് കൂടാതെ സുഗതന് നിയമപരമായൊരു ഉപദേശം കൂടി നൽകുകയാണ്. അതായത് മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് കോർപ്പറേഷൻ കൗൺസിൽ ഈ അവധി അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിലർ സ്ഥാനം അയോഗ്യതയിൽ നിന്നും സുരക്ഷിതമായിരിക്കുമെന്ന വിവരം ഇതിനാൽ അറിയിക്കുന്നു. വിശ്വസ്തയോടെ നമിത ടി, അണ്ടർ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി. എങ്ങനെ ഇരിക്കണ്? അതായത് വളരെ സ്നേഹത്തോടുകൂടി സുഗതനെ പോലെയുള്ള, അദ്ദേഹം വെറും ഒരു കാപ്പാക്ക സ്മൃതിയാണ്. 4-5 വധശ്രമ കേസിലൊക്കെ എല്ലാം പെട്ടിട്ടുള്ളൂ. കോൺഗ്രസിന് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. എൻ്റെ പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സുഗതൻ്റെ ജന്മദിനം എന്താണെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. ആ ജന്മദിനത്തിൽ ഒരു അബ്രപ്റ്റ് വിസിറ്റ് നടത്തി, ഒരു ഈ പറയുന്ന പോലെ വളരെ യാദൃശ്ചികമായി എത്തിയിട്ടുള്ള ഒരു മിന്നൽ വിസിറ്റ് നടത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല നമ്മുടെ ശ്രീജിത്ത് പണിക്കരെയൊക്കെ ആശംസിച്ചതുപോലെ ഒരു ആശംസ കൂടി നേരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കൂടാതെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ മറുപടി ഇടുന്നതിന് മുമ്പ് തദ്ദേശ വകുപ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു മറുപടി കൂടി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് KM ഷാജിയും രമേശ് ചെന്നിത്തലയും ഒത്തൊരുമിച്ച് പിടിച്ച് ശബരിനാഥനെയൊക്കെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ പാവ ശബരിനാഥൻ അവിടെ നിന്ന് വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശബരിനാഥനെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ BJP ഭരണം കോർപ്പറേഷൻ നിലനിർത്താനുള്ള 2 കൈകൊണ്ടുമുള്ള സഹായം, ഒന്ന് KM ഷാജിയും രണ്ടാമത്തേത് നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അറബിക്കടലിൽ എറിഞ്ഞത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. അറബിക്കടലിൽ എറിഞ്ഞത് സ്വന്തം നിലപാടുകളും സ്വന്തം രാഷ്ട്രീയവുമാണ്. പകരം ഇപ്പോൾ അവരേതാണ്ട് സംഘപരിവാറിനോടും BJPയോടും അതിലേക്കുള്ള മോദിയോടൊക്കെ ചേർന്ന് നിൽക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സുഗതനോട് പോലും ചേർന്ന് നിൽക്കുന്നു. സുഗതനെ പോലും കൈവെടിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു കത്താണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇപ്പോൾ ഇതുപോലെ സുഗതന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സുഗതൻ അപേക്ഷ കൊടുക്കുകയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു കോൺഗ്രസ് വിമതനായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടി ഇത് പാസ്സാവുകയും ചെയ്തു. ഇനി 6 മാസത്തേക്ക് സുഗതൻ അവധിയാണ്. ഇനി ഒരു ടെൻഷനും കൂടാതെ സുഗതൻ്റെ റെസ്റ്റ് എടുക്കാം. കാരണം സുഗതൻ്റെ കൗൺസിലർഷിപ്പ് നഷ്ടപ്പെടില്ല. ഇനി അഥവാ എന്തെങ്കിലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് കാക്കാൻ, അതിനെ ഈ പറഞ്ഞ പോലെ കരുത്തോടെ സംരക്ഷിക്കാൻ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ, 2 നമുക്ക് മന്ത്രിമാരുണ്ട്. ഒന്ന് രമേശ് ചെന്നിത്തലയും രണ്ടാമത്തെ KM ഷാജിയും. ഒന്നും പേടിക്കാനില്ല. ഇനി ഇതിലും എന്തെങ്കിലും തട്ടുകളുണ്ടെങ്കിൽ മോളിൽ നമ്മുടെ സതീശ മേനോൻ മുഖ്യമന്ത്രി കൂടിയുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. സോ ഡോണ്ട് വറി മിസ്റ്റർ സുഗതൻ, ഡോണ്ട് വറി.